നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കൊടുമ്പിരിക്കൊണ്ടിട്ടില്ലെങ്കിലും ഒരു ടെൻഷൻ ഇൻ ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇസ്രയേൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും ഇറാൻ എന്ന് പറയുന്ന എത്രയോ വലിയ രാഷ്ട്രമാണ്. ഇസ്രയേലിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇസ്രയേൽ എവിടെയാണെന്ന് കമൻറ്റ് ചെയ്യുക താഴെ കണ്ടുപിടിച്ചിട്ട്. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയ രാഷ്ട്രമാണ്. ഈ മാപ്പിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തവർക്ക് മനസ്സിലാവും. പക്ഷേ ഇറാൻ കുറച്ചുകൂടെ വലിയൊരു രാഷ്ട്രമാണ്. പിന്നെ ഇറാനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ, അതായത് ഏഷ്യയിൽ തന്നെ ഏഷ്യയിലെ വലിയ രാഷ്ട്രങ്ങൾ എടുക്കുകയാണെങ്കിൽ, വലിയ കൺട്രീസ് എടുക്കുകയാണെങ്കിൽ ഇറാൻ അതിൽ 6ാമത്തെ രാഷ്ട്രമാണ്. ആ ഇറാന് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു നേതൃത്വം വഹിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. ആ ഇറാൻ്റെ കടന്നുകയറ്റം, അതായത് സിറിയയിലേക്കും നമ്മുടെ യമൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിലേക്കുള്ള അധിനിവേശം ഒരിക്കലും ഇസ്രയേൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു സൂപ്പർ പവർ ആവാനുള്ള സാധ്യത ഇറാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്രയേൽ. അപ്പം അതുപോലെ തന്നെ ഇസ്രയേലിന് US-ൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേൽ നമുക്കറിയാം, അവരുടെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജീസാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ പണ്ട് തൊട്ടേ ഇറാന് ഒരു ആൻറ്റി ഇസ്രയേൽ രാഷ്ട്രമാണ്. പലസ്തീനോട് അഭിനിവേശമുള്ളൊരു രാഷ്ട്രമാണ് ഇറാൻ. ഇസ്രയേൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് മുതലേ നിലനിൽക്കുന്നൊരു രാഷ്ട്രമാണ് ഇറാൻ. പക്ഷേ ഈ ഒരു സമയത്ത്, അതായത് ഇത്രയും ദൂരെ കിടക്കുന്ന 2 രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ മറ്റ് രാഷ്ട്രങ്ങളെ അത് അഫക്റ്റ് ചെയ്യും. തൊട്ടടുത്ത് കിടക്കുന്നതോ അയൽ രാജ്യങ്ങളോ ഒന്നുമല്ല. ഇറാനും ഇസ്രയേലും 2 അറ്റത്ത് കിടക്കുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പോൾ അവർ തമ്മിലുള്ള യുദ്ധം കേവലം 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ളത് മാത്രമല്ല, മറ്റ് രാഷ്ട്രങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറാഖിൽ താമസിക്കുന്നവർക്കും ഇപ്പോൾ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സിറിയയിലുള്ളവർക്കാണെങ്കിലും ജോർദാനുള്ളവർക്കാണെങ്കിലും ഒക്കെ ഈവൻ കുവൈറ്റിലുള്ളവർ വരെ ഒരു ടെൻഷനും ഒക്കെ ആയിട്ടുള്ളൊരു സമയമാണിത്. ഒരിക്കലും യുദ്ധം സംഭവിക്കാതിരിക്കട്ടെ, അവർ അത്തരം നീക്കങ്ങളിലേക്ക് പോവാതിരിക്കട്ടെ. പക്ഷേ പണ്ട് മുതലേ ഉള്ളൊരു ശത്രുതാ മനോഭാവമാണ് ഇതിലേക്ക് നയിക്കുന്നത്. അതായത് നമ്മുടെ ഇറാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ടത്തെ പേർഷ്യ എന്ന് പറയുന്ന രാഷ്ട്രമാണ് ഇറാൻ. നമ്മുടെ പണ്ട് മുതൽ നമ്മൾ പേർഷ്യയിൽ പോകാമെന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഗൾഫ് കൺട്രീസും UAE-യും കുവൈറ്റും അങ്ങനെയൊക്കെ നമ്മൾ പേര് ഉപയോഗിക്കുന്നത്. പണ്ട് ഒറ്റ രാഷ്ട്രമാണ് നമ്മൾ പറയുന്നത്, പേർഷ്യ. അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൾച്ചറലായിട്ടുള്ള ഒരു മഹത്തായ രാഷ്ട്രമാണ് ഇറാൻ. പക്ഷേ ഇസ്രയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു രാഷ്ട്രമാണ്. ഇസ്രയേലിന് പിന്നെ ഇറാനോടുള്ളൊരു ദേഷ്യത്തിന് കാരണം അവരുടെ ആ ഒരു മിഡിൽ ഈസ്റ്റിലെ ഒരു സ്വാധീനം